മുണ്ടൂർ ഞാറക്കോട് കാട്ടാന ഭീതി ഒഴിയുന്നില്ല. കുമാരനെ കൊലപ്പെടുത്തിയ മേഖലയിൽ വീണ്ടും കാട്ടാനെത്തിയതായി നാട്ടുകാർ പറഞ്ഞു. വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് സമീപത്തായാണ് ദിവസങ്ങൾക്ക് മുൻപ് കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മുണ്ടൂർ ഞാറക്കോട് പ്രദേശം കാലങ്ങളായി കാട്ടാന ഭീതിയിലാണ്. അന്ന് വനം വകുപ്പ് ആനകളെ കൃത്യമായി നിരീക്ഷിക്കുമെന്നും ജാഗ്രത പാലിക്കുമെന്നൊക്കെ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോഴും അവർക്ക് ഭീതി ഒഴിയുന്നില്ല എന്നുള്ളത് അവർ പറയുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി കാട്ടാന ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീടിന് പുറത്ത് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇവിടെ ആളുകളൊക്കെ ജീവിക്കുന്നത്. നമുക്കൊപ്പം ഈ പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഭീതി ഒഴിയുന്നില്ല അല്ലേ? ഇല്ലല്ല, എപ്പോഴും വരുന്നുണ്ട്. ആന എപ്പോഴും ഉണ്ട്. ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ് ഇതിൽ? ഞങ്ങൾക്ക് ലൈറ്റ്, പിന്നെ അടിക്കാട് കട്ടല്, പിന്നെ കുങ്കിയാന വരാമെന്ന് പറഞ്ഞു. അന്ന് വന്നു, അതിൻ്റെ പിറ്റേ ദിവസം വന്നു. പിന്നെ അവർ ഈ വഴിക്ക് വന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ട് പോകണ കാണാം, ജീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ കാണാം, അല്ലാതെ അവർ വന്നിട്ടില്ല. അപ്പോൾ ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്നത് തടയാൻ അവർക്ക് പറ്റിയിട്ടില്ല? തടയാൻ പറ്റിയിട്ടില്ല. അവർ തടയാന്നൊക്കെ പറഞ്ഞു. അതിന് പിടിക്കുക, അതിനെ റബ്ബർ ബുള്ളറ്റ് വെച്ചിട്ട് വെടിവെച്ച് ഓടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യണമില്ല, ചെയ്തിട്ടുമില്ല. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ആന വന്നിട്ടുണ്ട്. കോർമ ഭാഗത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്. ഏതിയെ പോയിന്നറിയില്ല, ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സ്ത്രീകളൊക്കെ വലിയ ഭീതിയിലാണ്. അവർക്ക് വൈകിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. നമുക്കൊപ്പം ഒരു ചേച്ചിയുണ്ട്. ഇവർ 2 വർഷം മുൻപാണ് അനുഭവം ഉണ്ടായത്. പക്ഷേ തലനാരിഴയ്ക്കാണ് ആനയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് പറയുന്നത്. എന്താണെന്ന് സംഭവിച്ചത്? ഞാനും ഏടത്തിമിൻ്റെ എൻ്റെ 10, 5 വയസ്സായ 2 കുട്ടികൾ ഗ്രൗണ്ടിൽ നടക്കാൻ പറ്റും. കാലത്ത് 7 മണിക്ക് ആ സമയത്താണ് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ളൊരു മണ്ണ് റോട്ടിൽ കൂടെ ആന വന്നത്. തലനാരിഴയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ആന ഞങ്ങളെ മറികടന്ന് പോകുമായിരുന്നു. എന്തോ ഞങ്ങളുടെ ആയുസിൻ്റെ ബലം കൊണ്ട് നിലത്ത് വീണോ? ഞാൻ നിലത്ത് വീണു. എന്നെ അങ്ങനെ കാലെടുത്ത് വെച്ച് പോയി. എൻ്റെ മോനും അതേ ണ്ടായിരുന്നു. അവനെ അങ്ങനെ എടുത്തു വെച്ച് പോവുക ചെയ്തത്. അമ്മ, ഇവിടെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണോ? അല്ല, 6 മണി കഴിഞ്ഞ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ വേണം. മൂത്രം ഒഴിക്കാൻ അടക്കം പോകാൻ പറ്റില്ല, പേടിച്ചിട്ട്. അതന്നെ, ഇവിടെ കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് ഇരിക്കുന്നതല്ലേ, അതന്നെ. ചേട്ടാ, ഇന്നലെയും ആന വന്ന് വലിയൊരു ഭീതി ഉണ്ടാക്കി വന്നിട്ടുണ്ടെന്നാ പറയണത്. പക്ഷെ അതിനിപ്പോൾ ഞങ്ങൾ മറ്റേ റെയിൽവേ ഫെൻസിങ്ങാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് നടക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കണം. അത് നടന്നു കിട്ടി കഴിഞ്ഞാൽ വളരെ ഉപകാരമായി, നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ഈ തൂക്കുവേലിയും കൊണ്ടോ കമ്പ് വേലിയും വേറെ ട്രെഞ്ച് കുത്തിയിട്ടുണ്ട്, മതിൽ കെട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഒരുപാട് പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ട്. വെറുതെ കാശ് കളയാന്നല്ലാതെ ഒരു ഉപകാരം ഞങ്ങൾക്ക് ഇതുവരെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല. ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യം നിങ്ങൾ കഴിഞ്ഞ ദിവസം മാത്രമല്ലല്ലോ, വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു ആവശ്യമല്ലേ? ലൈറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അതേപോലെ പോർച്ചുകാരാണെങ്കിലും വരുന്നത് ഇന്നലെ ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം വരുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായില്ല. ഞങ്ങൾക്ക് റെയിൽവേൻ്റെ ഫെൻസിങ് തന്നെ വേണമെന്നുള്ള ഒറ്റ ഒരു ആവശ്യമാണ്. അതിനെങ്ങനെയെങ്കിലും ഒരു സഹകരണം എല്ലാവരും ഒന്നും, മന്ത്രിമാരായിക്കോട്ടെ, MLA ആയിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ആരാണെങ്കിലും അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായി. എന്തോ വലിയ പേടിയാണോ? എനിക്ക് പേടിയാണ് മേന. പിന്നെ ഇവിടെ ആന ഒരുപാട് വരുന്നുണ്ട്. ആന, പന്നി, മാന്, കരടി, പുലി, ചെന്നായ എല്ലാം വരുന്നുണ്ട്. ഇവിടുത്തെ കുഞ്ഞു മക്കളെയൊക്കെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മൃഗങ്ങളെ കൊല്ലണം. ഇവിടുത്തെ മൃഗങ്ങളെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ആളെ കൊല്ലുക. ACP കൊണ്ട് വന്നിട്ട് കുഴിച്ചു മൂടട്ടെ. അവർ തോക്കെടുത്തിട്ട് ഓരോന്ന് കൊന്നു വിടുക. എന്നിട്ട് ACP കൊണ്ടുവന്ന് അവർ കുഴിച്ചു മൂടട്ടെ. 4 സെൻറ്റ് സ്ഥലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ച സമയത്ത് കേസില്ല. മേടിച്ച് പെരകയറ്റി അതിലിരുന്ന കേസാണ്. അതുവരെ കേസില്ല. ആ സ്ഥലം വിട്ടു കൊടുക്കണം. ആ സ്ഥലങ്ങൾ ഇവിടെ ഈ കിഴക്കരപ്പുറം ആ സ്ഥലം കേസിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ വിട്ടു കൊടുക്കണം. ഈ വനങ്ങൾ വെട്ടണം. അല്ലാണ്ടിരുന്ന പിന്നെ വെറുതെ വിടില്ല. ഇവരെ ഞങ്ങളെ കുറേയുണ്ട് ബുദ്ധിമുട്ടിക്കണു. ആദ്യമൊന്നും ആനയില്ല, ഇപ്പോഴാണ് ആന. ആദ്യമൊക്കെ പന്നിന് വെടിവെച്ചു. ഇപ്പം പന്നിന് വെടിവെക്കാൻ പാടില്ല, പാമ്പിനെ പിടിക്കാൻ പാടില്ല, മുയലിനെ പിടിക്കാൻ പാടില്ല. അതൊക്കെ അവർക്ക് കേസാണ്. അതൊന്നും എല്ലാതും നടക്കണം. അവർ വെടിവെച്ച് കൊല്ലട്ടെ. ഒന്നിൻ്റെ മൃഗത്തിന് കൊല്ലുക, അല്ലെങ്കിൽ ആളിനെ കൊല്ലുക. അതാണ് ഇപ്പോഴും ഇവിടെ വല്ലാത്ത ഭീതിയാണ്. കാട്ടാന ഇപ്പോഴും ഈ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായ ഒരു നിരീക്ഷണം വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണമെന്നുള്ളത് പറയുന്നു. അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ വൈകിട്ടായാൽ വലിയ ഇരുട്ടാണ്, സ്ട്രീറ്റ് ലൈറ്റ് ആവശ്യമുണ്ട്. അന്ന് കുമാരൻ മരിച്ച സമയത്ത് നാട്ടുകാർ ഈ ആവശ്യങ്ങളൊക്കെ പറയുകയും അത് കളക്ടർ ഉടനടി ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇത്. അതിൽ പക്ഷേ അന്നൊന്നും കാര്യമായ ഒരു പരിഗണന ഉണ്ടായില്ല എന്നുള്ളതാണ് വീണ്ടും ആളുകൾക്ക് ഈ ഒരു ആപത്തുണ്ടാവാൻ കാരണമായത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും വരും ദിവസങ്ങളിൽ അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഒരു നടപടി ഉണ്ടാകും. ആളുകളുടെ ഭീതി ഒഴിയാനുള്ള ഒരു പരിഹാര നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നന്ദഗോപാൽ.